2 ദിവസമായി കട്ടപ്പനയിൽ നടന്നുവന്ന റെയിൽ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടന്ന സമാപന യോഗം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. Sit in a peaceful place, look at some water, some mountains to understand who we are and do it. So അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നൽകിയിരിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ഒരു ഫിലിമിന് ഇസ് എ മേജർ മീഡിയം to reach out to millions of people, because ബാക്കി എല്ലാ മീഡിയമും അതിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കഴിവ് വേണം. പക്ഷേ ഒരു മൂവി can be appreciated by everyone. So this medium chosen to share the importance of nature among everyone is a very good initiative, and I congratulate everyone behind it, especially Director Jay. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് പ്രകൃതി വിഷയമായുള്ള ഇത്തരം ചലച്ചിത്രമേളകൾ സഹായകരമാകുമെന്ന് കളക്ടർ കൂട്ടിച്ചേർത്തു. യോഗത്തിൽ മികച്ച ചിത്രങ്ങളായി തെരഞ്ഞെടുത്തവയ്ക്ക് പുരസ്കാരം നൽകി. മികച്ച ഹ്രസ്വചിത്രം കോളേജ് തലത്തിൽ എലിസിയം, മികച്ച ഹ്രസ്വചിത്രം സ്കൂൾ തലത്തിൽ ഇവിടം, ഡോക്യുമെന്ററി കോളേജ് തലത്തിൽ രാച്ചമ്മ, സ്കൂൾ തലത്തിൽ ഡയർ സ്റ്റോറി എന്നിവയ്ക്കും പ്രത്യേക പരാമർശം ലഭിച്ച ഹ്രസ്വചിത്രം കോളേജ് തലത്തിൽ കാടത്തി, സ്കൂൾ തലത്തിൽ അൺപ്ലഗ്ഡ് ദ സൌത്ത് ഓഫ് സൈലൻസ്, ഡോക്യുമെന്ററി തലത്തിൽ യൂസ് മീ വൈസ്ലി എന്നിവയ്ക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഫെസ്റ്റിവൽ ചെയർമാനും സംവിധായകനുമായ ജയരാജ്, ജൂറി ചെയർമാൻ സംവിധായകൻ കവിയൂർ ശിവപ്രസാദ്, സംഗീത സംവിധായകനും ഗായകനുമായ ജാസി ഗിഫ്റ്റ്, സംവിധായകൻ പ്രദീപ് എം നായർ, ഡോക്ടർ EN ശിവദാസൻ, ജിതിൻ കൊല്ലംകുടി, ഡോക്ടർ സോമശേഖരപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഫീച്ചർ, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളിലായി 20 രാജ്യങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി പ്രമേയമായിട്ടുള്ള 70 സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ്, ബേഡ്സ് ക്ലബ് ഇന്റർനാഷണൽ, MG സർവകലാശാല, NSS എന്നിവരുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. കട്ടപ്പന സന്തോഷ് തിയേറ്റർ, മിനി സ്റ്റേഡിയം, ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായിട്ടാണ് പ്രദർശനം നടന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.